ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിൽ ഇറാനിൽ നടക്കുന്ന ഈ യുദ്ധത്തിലേക്ക് കൂടുതൽ യുദ്ധസാമഗ്രികളും കപ്പലുകളും നീങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ പെൻറ്റഗണിൽ നിന്നും വാഷിങ്ടണിൽ നിന്നും പുറമേ വരുന്ന വിഷയങ്ങൾ. അതിതന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പൊസിഷനിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കറിയാവുന്നതുപോലെ USS അബ്രഹാം ലിങ്കൺ, അതിനെ സൗത്ത് ചൈനയിൽ സീ, അവിടെ തായ്വാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന സൗത്ത് ചൈന സീയിൽ പൊസിഷൻ ചെയ്തിരിക്കുന്ന USS അബ്രഹാം ലിങ്കനെ ഏകദേശം ഒരു 2 മാസത്തോളം കാലമായിട്ട് ഇറാനടുത്തായിട്ട് അറേബ്യൻ സീയുടെ, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിന് അതിൻ്റെ വടക്ക് ഭാഗത്ത് നോർത്തേൺ അറേബ്യൻ സീയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് കൂട്ടമായിട്ട് അതിൻ്റെ കൂടെ 2-3 ഡിസ്ട്രോയേഴ്സും ഈ അബ്രഹാം ലിങ്കനോടൊപ്പം ഇത് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിമാനവാഹിനി പോകുന്നതിനോടൊപ്പം തന്നെ ഒട്ടനവധി കപ്പൽ പടയായിട്ടാണ് പോകുക. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പായിട്ട് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനോട് കൂട്ടിച്ചേർത്തിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ജെറാർഡ് ഫോർഡ്, USS ജെറാർഡ് ഫോർഡ്. ആ ജെറാർഡ് ഫോർഡിനെ, അതെനിക്ക് തോന്നുന്നു വെർജീനിയയിലെ നോർഫോക്കിലായിരുന്നു അത് ഉണ്ടായിരുന്നത്, അതിനെ ഇവിടേക്ക് കൊണ്ടുവരാണ് ഉണ്ടായത്. ആ ജെറാർഡ് ഫോർഡ് പിന്നെ യുദ്ധത്തിലേക്ക് ചേർന്നു. അവിടെ ഇറാനിലൊക്കെ അടിച്ചിരുന്നത് ജെറാർഡ് ഫോർഡിൽ നിന്നും പിന്നെ അബ്രഹാം ലിങ്കണിൽ നിന്നാണ്. അവിടെ F-35 ഉണ്ട്, F-18A ഹോർണറ്റ്, അങ്ങനെയുള്ള വിമാനങ്ങൾ വെച്ചിട്ടാണ് ഈ ആക്രമണം അയച്ചുവിട്ടിരുന്നത്. അതിലേക്ക് പിന്നീട് ജെറാർഡ് ഫോർഡിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഏതോ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ പട്ടാളക്കാർ ചെയ്തു എന്നൊക്കെയാണ് പുറന്നു വരിക. അതിൻ്റെ ലോണ്ട്രി യൂണിറ്റ്, തുണി അലക്കുന്ന യൂണിറ്റിലാണ് ആ ഒരു തീപിടുത്തം ഉണ്ടായതും വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ജെറാർഡ് ഫോർഡ് വന്നത് മെഡിറ്ററേനിയൻ സീ, റെഡ് സീ ഏരിയയിലായിരുന്നു. ആ ജെറാർഡ് ഫോർഡ് എന്ന കപ്പലിനെ പിൻവലിച്ചിട്ട് ജോർജ് H.W. ബുഷ് എന്നൊരു വിമാനവാഹിനി, 3ാമത്തെ വിമാനവാഹിനിയെ മെഡിറ്ററേനിയനിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അതായത് അറേബ്യൻ പെനിൻസുല, നമുക്കറിയാം ഏറ്റവും അവിടുത്തെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. ആ അറേബ്യൻ പെനിൻസുലയിൽ തന്ത്രപ്രധാനമായിട്ട് നോർത്തേൺ സൈഡിൽ USS അബ്രഹാം ലിങ്കൺ, മെഡിറ്ററേനിയൻ റെഡ് സീ ഭാഗത്ത് ജെറാർഡ് ഫോർഡ്, അതിൻ്റെ തെക്ക് ഭാഗത്ത് സൗദി അറേബ്യയുടെ തെക്കായിട്ട് നമുക്കറിയാം ഈജിപ്തിനൊക്കെ അവിടെ അതിർത്തികളുണ്ട്. ഈ സൗദ ബേയിലായിരുന്നു ഇത്. അപ്പോൾ ജെറാർഡ് ഫോർഡ് നിന്നോടത്തേക്ക് ജോർജ് H.W. ബുഷ് വന്നു എന്ന വിമാനവാഹിനി ജെറാർഡ് ഫോർഡിനെ തെക്കോട്ട് മാറ്റിയിട്ട് ഗ്രീസിലെ സൗദ ബേയ്, പിന്നെ ഈ അതുമായിട്ട് സൗദി അറേബ്യയ്ക്ക് ചുറ്റുമായിട്ടാണ്, അതിൻ്റെ അറേബ്യൻ പെനിൻസുലയുടെ ഭാഗത്തായിട്ട് ഈ 3 അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 ഓഷ്യൻസ് കൂടി ചേർന്നിടത്തൊക്കെയാണ് വളരെ തന്ത്രപ്രധാനമായിട്ട് ഭാഗത്താണ് അമേരിക്കൻ യുദ്ധവാഹന കപ്പലുകൾ നിന്നിട്ട് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഏകദേശം മിസൈലുകൾ ഇതിൽ ഇസ്രായേലായിട്ട് ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ മുഴുവനും GCC 12 രാജ്യങ്ങളിലേക്കാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നത്, വില കുറഞ്ഞ ഡ്രോണുകളും. ആ യുദ്ധത്തിലേക്ക് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഡ്രോണുകളെ തടുക്കാനായിട്ട് അതായത് $50,000 അല്ലെങ്കിൽ $30,000 ഡ്രോണാണ് ഇറാൻ വിടുന്നത്. ചിലവ് കുറവാണ്, അത് താരതമ്യേന യുദ്ധത്തിൻ്റെ കണക്കിൽ പോയിട്ട് അതിനടിക്കാനായിട്ട് മില്യൺ കണക്കിന് ഡോളറിൻ്റെ പ്രൊട്ടക്ഷൻ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനിടയിൽ വേറൊരു റിപ്പോർട്ട് വന്നത് ലേസർ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കും. അതിനിടയിലേക്കാണ് യുക്രൈൻ്റെ സെലൻസ്കി ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ളൊരു യന്ത്രം, കാരണം റഷ്യയായിട്ട് അടിച്ച് യുക്രൈൻ ഡ്രോണുകളെ തടുക്കാനായിട്ടുള്ള ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ടെക്നോളജി ട്രംപിന് കൊടുക്കാമെന്നാണ് സെലൻസ്കി പറഞ്ഞേക്കണം. അപ്പോൾ സെലൻസ്കിക്ക് ഇപ്പോൾ ട്രംപായിട്ട് കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് ആ ടെക്നോളജി, അപ്പോൾ ഈ ഡ്രോണുകളെ തകർക്കാൻ $1,000 ചിലവ് വരുന്നുള്ളൂ. $1,000 സാധനം കൊണ്ട് ഇവർ $30,000 വിടുന്ന ഇതിനെ ഡ്രോണിനെ തടുക്കാനുള്ള യന്ത്രമാണ് സെലൻസ്കി ട്രംപിന് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേറൊരു കപ്പൽ വ്യൂഹം, ബഹ്റിനിലാണ് US മിലിറ്ററിയുടെ ഇതിരിക്കുന്നത്, 5th ഫ്ലീറ്റ്, നേവൽ 5th ഫ്ലീറ്റ്. അവിടെ USS കാൻബെര, പിന്നെ അങ്ങനെ ഒരു 3 ഡിസ്ട്രോയേഴ്സ് ഉണ്ടായിരുന്നു. അതിനെ പിൻവലിച്ച് 3 ഒരെണ്ണം നമ്മുടെ തന്നെ ഈ കേരളത്തിനോട് ചേർന്നുള്ളൊരു പ്രദേശത്തേക്ക് USS കാൻബെര അവിടേക്ക് നീക്കി പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ ഇതിലും. അതിലേക്ക് USS ട്രിപ്പോളി എന്ന ഒരു
കോമ്പാറ്റ് ഇത് ആംഫിബിയസ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും കരയിലേക്ക് കയറുന്ന വാഹനങ്ങളുണ്ട് ഈ കപ്പലിൽ നിന്നും. ഒപ്പം തന്നെ അതിൽ F-35 ഉണ്ട്. ഈ USS ട്രിപ്പോളി യു എസ് മെറീൻസ് ഭയങ്കര ഒരു എലീറ്റ് ഫൈറ്റിംഗ് ഫോഴ്സാണ്. അമേരിക്കയുടെ ഇപ്പോൾ ഈ നേവിയുടെ ഭാഗമായിട്ടാണ് US മെറീൻസ്. അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധം തൊട്ട് യുദ്ധം കളിച്ച് വളർന്നവരാണ് ഈ മെറീൻസ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ മിലിറ്ററി, ഞാൻ ആർമി ബൂട്ട് ക്യാമ്പിൽ പോയിട്ടുണ്ട്. ആർമി ബൂട്ട് ക്യാമ്പിൽ നമുക്ക് ഈസിയാണെന്ന് പറയല്ല, അവിടെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. അതുപോലെയുള്ള യുദ്ധതന്ത്രങ്ങളായിരിക്കും ആർമിയിൽ പഠിപ്പിക്കുക. പക്ഷേ മെറീൻസിനെ കടലിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നീന്തി പോരണം. അതല്ലെങ്കിൽ നേവി സീൽസ്, അതല്ലെങ്കിൽ US ആർമി സ്പെഷ്യൽ ഫോഴ്സസ്, അല്ലെങ്കിൽ ഡെൽറ്റ ഫോഴ്സസ്, അതല്ലെങ്കിൽ US ആർമിയുടെ എയർ അസോൾട്ട് ടീമുകൾ. അതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള എലീറ്റ് ഫോഴ്സാണ് മെറീൻസ്. ഈ മെറീൻസിൻ്റെ 2200-ലും 2500-ലും സംഖ്യ വരുന്ന ആൾക്കാരെ മറ്റ് സെയിലേഴ്സ് ഏകദേശം ഒരു മൊത്തമായിട്ട് ഒരു 5000 അടങ്ങുന്ന ട്രിപ്പോളി, USS ട്രിപ്പോളി എന്ന ഈ വിമാനവാഹിനി കപ്പൽ, ആംഫിബിയസ് ഫൈറ്റിംഗ് കോമ്പാറ്റ് കേപ്പബിലിറ്റിയുള്ള ഈ കപ്പൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒക്കിനാവ, രണ്ടാം ലോക മഹായുദ്ധം തൊട്ട് ജപ്പാനിൽ നിറച്ച് അമേരിക്കൻ മിലിറ്ററി ബേസുകളുണ്ട്. അത് അവിടെ ഒട്ടനവധി ബേസുകൾ ഞാൻ സന്ദർശിക്കാറുള്ളതാണ്. യൊക്കോട്ട എയർഫോഴ്സ് ബേസ് ടോക്കിയോയിൽ നിന്ന് കുറച്ച് വടക്ക്, അവിടെ ഞാൻ എപ്പോഴും പോകാറുള്ള സ്ഥലമാണ്. അവിടെ നിന്നും നമ്മൾ തെക്കോട്ട് ഇറങ്ങി വരുമ്പോൾ സിംഗപ്പൂർ പായാലിബർ എയർഫോഴ്സ് ബേസ്. ഇത് സിംഗപ്പൂരിൽ നിന്നും മലാക്ക സ്ട്രേറ്റ് വഴി കപ്പൽ ഇതുകൾ ചലിക്കുന്ന ഇത് പറയുന്ന ആൾക്കാർ പ്രകാരം മലാക്ക സ്ട്രേറ്റ് വഴി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്, ഈ ഹോർമുസ് കടലിടുക്കിലേക്ക്, ഇറാനെ ഇത് ചെയ്യുന്ന കടലിടുക്കിലേക്ക് വരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മെറീൻസ് വരുന്നത് കരയാക്രമണം. അവർ കടലിൽ നിന്ന് ആംഫിബിയസ് ഈ ഇതുകൾ ഉപയോഗിച്ച് കരയിൽ കടന്ന് എന്തോ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ട്രംപ് പ്ലാൻ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിശക്തമായ കാരണം, ഒരു പക്ഷേ മുൻകാലങ്ങളിൽ ജോർജ് ബുഷൊക്കെ യുദ്ധത്തിന് പോകും, അല്ലെങ്കിൽ വിയറ്റ്നാം യുദ്ധത്തിന് പോകുമ്പോൾ ലക്ഷക്കണക്കിന് പട്ടാളക്കാരാണ്. അത് പല രീതിയിൽ ആർമി, എയർഫോഴ്സ്, നേവി, മെറീൻസ് ഒക്കെ ആയിട്ടാണ് അങ്ങനെ പോവാറ്. പക്ഷേ ട്രംപിൻ്റെ പ്ലാൻ അങ്ങനെയല്ല. നമുക്കറിയാം, ഈ ഒരു ആർമി അത്ര വലിയൊരു ഡിപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പലരും ഇന്നലെ തന്നെ ഒരു ലെൻഡ് എന്ന് പറഞ്ഞ ഒരു ആൾ രാജിവെച്ച് പോയി ട്രംപിൻ്റെ ഭരണകൂടയിൽ നിന്ന്. കാരണം ഇത്ര വലിയൊരു ഡിപ്ലോയ്മെൻറ്റിനെയും അമേരിക്കയ്ക്ക് ഇപ്പോൾ താങ്ങാൻ പറ്റാത്തതാണ്. അപ്പോൾ ട്രംപ് കരുതിയിരിക്കുന്നത് ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള ഫോഴ്സുകളെ മാത്രം ഇറക്കി വിട്ട് ആ പ്രദേശത്തെ യുദ്ധം ചെയ്ത്, കാരണം മുകളിൽ നിന്ന് അവരുടെ കമാൻഡ് സിസ്റ്റം സ്ട്രക്ചറും ലോഞ്ചറുകളും കുറേ ഇല്ലാതാക്കി ഇനി കരയിൽ ചെന്നേ നടക്കുള്ളൂ. അപ്പോൾ ഈ 2500 മെറീൻസിനെ വെച്ചിട്ട് USS ട്രിപ്പോളി വഴി ഇവരെ അടിക്കാനായിട്ടുള്ള തന്ത്രമാണ് ട്രംപ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുമ്പ് 1,00,000 പട്ടാളത്തോളം ഇറാഖിൽ യുദ്ധം ചെയ്തിരുന്നു. അവിടേക്ക് ആ ബേസുകളുടെ ഒട്ടനവധി മലയാളി സിവിലിയൻസ് ജോലി ചെയ്തിരുന്നു. സിവിലിയൻസ് അവിടെ പോയിരുന്നവർക്ക് അറിയാം, ക്യാമ്പിൻ്റെ ഉള്ളിൽ യുദ്ധം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡ്രോണുകളൊക്കെ വന്ന് വീഴുന്നതും പൊട്ടുന്നതൊക്കെ സ്വാഭാവികമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിപ്ലോയ് ആവുമ്പോൾ ആർമി റിസർവ്, ആർമി നാഷണൽ ഗാർഡ്, ആർമി റെഗുലർ ആർമി, എല്ലാ റിസർവ് നാഷണൽ ഗാർഡിനെയൊക്കെ വെച്ചിട്ട് ഒരു വലിയ യുദ്ധത്തിന്, അതിനല്ല ട്രംപ് പോകുന്നത്. ഒറ്റ കപ്പലാണ് പോകുന്ന യുദ്ധത്തിന് കരയിലേക്ക് ഇറങ്ങാൻ. USS ട്രിപ്പോളി ഇത് ആംഫിബിയസ് ആണ്. ആംഫിബിയസ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അത് കടലിൽ നിന്ന് ഇവർ അതിന് പറ്റിയ ടീമിനെയാണ് ട്രംപ് അയക്കുന്നത്. അപ്പം ഇത് മലാക്ക സ്ട്രേറ്റ് വഴി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ കടലിടുക്ക് ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഇതിൽ വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുക. അത് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹ്റിനിൽ നിന്നുള്ള കുറച്ച് ഡിസ്ട്രോയർ, അതിനൊക്കെ നമ്മൾ ഇത് എല്ലാം നോക്കണമല്ലോ. കാരണം ചൈനയുടെ ടെക്നോളജി ഉപയോഗിച്ച് വേണമെങ്കിൽ ഇറാൻ ഇത് വരും വഴി തിരിച്ചടിക്കാതിരിക്കാം. അതിനൊക്കെ സുരക്ഷിതമായിട്ട് ഈ കടലിടുക്കിലേക്ക് എത്തിക്കുകയാണ് പല കപ്പലുകളുടെയും ഇത്. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഉണ്ടാവും. വ്യക്തമായ സ്ട്രാറ്റജി, ജൂതൻ്റെ ബുദ്ധിയുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ബുദ്ധിയും മറ്റു രാജ്യങ്ങളൊക്കെ കൂടി അവിടെയുള്ള നേതൃത്വത്തിൽ, അവിടെ ഇനി നേതൃത്വത്തിൽ ഇപ്പോൾ ആരുമില്ല. ലാരിജാനി പോയതോടുകൂടി അവിടെ നേതൃത്വത്തിൽ, ഇറാനിലെ നേതൃത്വത്തിൽ അവിടെ വേറെ ആരും തലപ്പത്തേക്ക് വന്നിട്ടില്ല. പെസഷ്കനെ ഒരു പക്ഷേ ഞാൻ പല വീഡിയോസിലും ഇതിലിപ്പോൾ ഒരു 3-ാമത്തെയും 4-ാമത്തെയും വീഡിയോ ആണ് ഞാൻ പറയുന്നത്. പെസഷ്കനെ ഒരു പക്ഷേ അവിടുത്തെ ട്രംപിൻ്റെ ആളാക്കി, അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആളാക്കി ഈ അവരോധിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോരാനാണ് സാധ്യത. അവിടെ ഒരാളെ നേതൃത്വ മാറ്റം ഉണ്ടാക്കുക മാത്രമാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഒരു യുദ്ധത്തിന് പോവുകയല്ല. അവിടെ ഇപ്പോഴുള്ള ഭരണകൂടത്തിനെ തച്ചുടച്ച് ട്രംപ് പറഞ്ഞാൽ അനുസരിക്കുന്ന, ഇസ്രായേൽ പറഞ്ഞാൽ അനുസരിക്കുന്ന, അതല്ലെങ്കിൽ GCC രാജ്യങ്ങൾ പോലെ ഒരു
സൗഹൃദ രാജ്യം ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ സിറിയ ലെബനനിലെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അപ്പോൾ USS ട്രിപ്പോളി അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് ഇത് കരയുദ്ധമായിരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് USS അബ്രഹാം ലിങ്കൻ നോർത്തേൺ അറേബ്യൻ സീലുണ്ട്, മെഡിറ്ററേനിയൻ്റെ വടക്കും തെക്കുമായിട്ട് സൗദാബയിലും ഗ്രീസിലായിട്ട് USS ജോർജ് HW ബുഷ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇത് ജെറാൾഡ് ഫോർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർഡ് പ്ലേസ് ചെയ്തിരിക്കുന്നു. യുദ്ധം കനക്കുകയാണ്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള തന്ത്രം പോലെയാണ് കാണുന്നത്. അവിടുത്തെ ഭരണകൂടത്തെ മാറ്റി പുതിയൊരു ഭരണകൂടം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.